കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിലിണ്ടർ വരെയാണ് പഠിച്ചത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് പഠിച്ചത് നമ്മുടെ സിലിണ്ടറിന്റെ ഒരു സിലിണ്ടറോ കോണോ അതിന്റെ ഹൈറ്റ് ആൻഡ് റേഡിയസ് ബോത്ത് X% ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ വോളിയത്തിൽ വരുന്ന ചേഞ്ച് കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അപ്പൊ ഇവിടെ സ്ക്രീനിൽ കാണുന്നതാണ് അതിന്റെ ഇക്വേഷൻ. 1 + x/100 the whole cube - 1 into 100%. അങ്ങനെയാണ് ആ പെർസെന്റേജ് കണ്ടുപിടിക്കുക. അപ്പോ അത് തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. സോ നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ സിലിണ്ടർ ബോത്ത് ഹൈറ്റ് ആൻഡ് റേഡിയസ് increased by 100%, then what percentage does its volume increase? അതിന്റെ വോളിയം എത്ര കണ്ട് ഇൻക്രീസ് ആവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നേരെ ആൻസറിലേക്ക് വരാം. ഡയറക്റ്റ് ഫോർമുലയാണ്. അപ്പൊ ഇവിടെ x is equal to 100 എന്നവർ തന്നിട്ടുണ്ട്. അതായത് 100% ആണ് ചേഞ്ച് ആവുന്നത്. ഇവിടെ ജസ്റ്റ് എ സെക്കൻഡ്, അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നമുക്ക് അത് രണ്ടും കൂടെ ഒന്ന് ചെയ്യാം. സോറി, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിലേക്ക് വരാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%, then how much percentage does its volume increase എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ക്യൂബിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് 10% ആണ്. എത്ര ആണോ ഇൻക്രിമെന്റ് അതിനെ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സ് 10% ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 10%. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർമുല അനുസരിച്ച് ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ വോളിയം എന്ന് പറയുന്നത് 1 + x/100. അപ്പൊ ഇങ്ങനെ എഴുതാം, percentage increase in formula in the volume is equal to 1 + x/100 the whole cube -1 into 100% എന്നാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോർമുലയിലേക്ക് നമ്മൾ ഡയറക്റ്റ് അത് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോ അതെന്താണ്? 1 + x പകരം 10 ഇട്ട് കൊടുക്കുക. സോ 10/100 the whole cube -1 into 100% എന്ന് കിട്ടും. ഇതിനെ ഒന്ന് അകത്തുള്ളതൊന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ 0 ക്യാൻസൽ ചെയ്താൽ 1/10 എന്ന് വരും. അതിന് നമ്മൾ LCM എടുക്കുന്ന സമയത്ത് 10 + 1 അതെല്ലാം കൂടെ ചെയ്യുന്നില്ല. ഇത് നമുക്ക് കട്ട് ചെയ്ത് പോകും. കട്ട് ചെയ്ത് പോയിട്ട് നമ്മൾ LCM എടുക്കുന്ന സമയത്ത് 10 + 1/10 എന്ന് വരും. അതായത് 11/10 എന്ന് വരും. അത് ഇതിന്റെ അകത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ ഇവിടെ വരുന്നത് 11/10 the whole cube -1 into 100% എന്നാണ്. ഓക്കെ, അപ്പോ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് 11 അതിന്റെ ക്യൂബ് എന്ന് പറയുന്നത് യെസ്. അപ്പോ നമ്മൾ ഇനി വാല്യൂസ് എടുക്കുന്ന സമയത്ത് 1331 ഡിവൈഡഡ് ബൈ 1000 -1 into 100% എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ വാല്യൂ 1331 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുന്നത് 1.331 ആണ്. അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് 0.331 എന്ന് കിട്ടും. അപ്പൊ ഡയറക്റ്റ് ഞാൻ അങ്ങ് എഴുതാണ് 0.331 into 100. അപ്പൊ നമ്മുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 33.1% ഇൻക്രിമെന്റ് ആണ് വോളിയത്തിൽ ഉണ്ടാവുക. ഇതൊരു ക്യൂബിന്റെ കേസ് ആണ്. ഓക്കെ, അപ്പോ ഒരു ക്യൂബിന്റെ ഒരു സൈഡ് 10% ഇൻക്രീസ് ആയാൽ ആ ക്യൂബിന്റെ ടോട്ടൽ വോളിയം ഇൻക്രീസ് ആവുന്നത് 33.1% ആണ് അതിൽ ഇൻക്രിമെന്റ് വരുന്നത്.
ഓക്കെ, ഇനി അതുപോലെ മറ്റൊരു ഇക്വേഷൻ ആണ് ഈ വോളിയത്തിൽ വരുന്ന ഇൻക്രിമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ വരാം. അപ്പൊ അതുപോലെ നമുക്ക് ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ എ സിലിണ്ടർ ഓർ എ കോൺ both height and radius increased by x percentage, by what percentage does its volume increase എന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ ഇവിടെ ഒരു സിലിണ്ടറോ കോണോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെയും ഹൈറ്റ് ആൻഡ് റേഡിയസ് ഇൻക്രീസ്ഡ് ബൈ എക്സ് പെർസെന്റേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ അവിടെയും യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതേ ഇക്വേഷൻ തന്നെയാണ്, 1 + x/100 the whole cube -1 into 100%. ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് അവിടെയും യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ 1 + x/100 the whole cube -1 into 100%, സോറി, into 100%. ഈ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതേ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു സിലിണ്ടറിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇൻ എ സിലിണ്ടർ both height and radius is increased by 10%. By what percent does its volume increase എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 100% ആണ്. അപ്പൊ ഇവിടെ x is equal to 100 ആണ് അല്ലെ. സോ x is equal to 100. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്, 1 + x/100 the whole cube -1 into 100% എന്നാണ്. അപ്പൊ ഇക്വേഷൻ ഈ നമ്മൾ നേരത്തെ അറിയാലോ, അതുകൊണ്ട് ഇക്വേഷൻ എഴുതുന്നില്ല. സോ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 + 100/100 the whole cube -1 into 100 എന്ന് കിട്ടും. ഓക്കെ, ഇസ് ഈക്വൽ ടു, അപ്പൊ 1 + 100/100 എന്ന് പറയുമ്പോൾ അതും 1 ആണ് അല്ലെ. അപ്പോ 1 + 1 2, 2 - 1 എത്ര കിട്ടും നമുക്ക്? 1 + 1 the whole cube -1 into 100 എന്നാ ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പൊ 1 + 1 2, 2യുടെ ക്യൂബ് 8, അപ്പോ 8 - 1 into 100 എന്ന് വരും അല്ലെ. അപ്പോ 8 - 1 7, 7 into 100 700%. അപ്പൊ അതിന്റെ വോളിയം ഇൻക്രീസ് ആവുന്നത് 700% ആണ്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, വോളിയത്തിലുള്ള ഇൻക്രീസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അതിനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനുമാണ്. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് സോളിഡ് ഷേപ്പിലേക്ക് പോവാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള സോളിഡ് ഷേപ്പിന്റെ പേരാണ് ഫ്രസ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു ഫ്രസ്ട്രം എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഒരു കോൺ ഇപ്പൊ എന്താണെന്ന് അറിയാം. ഒരു സർക്കുലാർ ബേസ് ഉള്ള ഒരു സോളിഡ് പിരമിഡിനെയാണ് നമ്മൾ കോൺ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോണിനെ നമ്മൾ കട്ട് ചെയ്താൽ ഇവിടെ നമ്മൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു കോണിനെ നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് 2 പീസ് കിട്ടും. അതിൽ വലിയ പീസ് എന്ന് അതിൽ ഒരു പീസ് എന്ന് പറയുന്നത് ഒരു കോൺ ആയിരിക്കും. നേരത്തെ അതേ കോണിന്റെ സൈസിനേക്കാൾ കുറച്ച് ചെറിയൊരു സൈസുള്ള മറ്റൊരു കോൺ ആയിരിക്കും നമുക്ക് കിട്ടുക. അതിന്റെ ബാക്കി വരുന്ന ലെഫ്റ്റ് ഓവർ പാർട്ട്, ആ കോണിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ലെഫ്റ്റ് ഓവർ പാർട്ടിനെയാണ് നമ്മൾ ഫ്രസ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഒരു ഫ്രസ്റ്റം അത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക അതിനെ. ഓക്കെ, യെസ്, ഏകദേശം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പാണ്. യെസ്, അപ്പൊ ഇതാണ് ഒരു ഫ്രസ്റ്റം. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അപ്പർ ഫേസ്, അതിന്റെ മുകളിലുള്ള ആ ഒരു ഭാഗം ഒരു സർക്കിൾ ആണ്. അപ്പൊ ആ ഒരു ചെറിയ സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ടാവും. അതിനെ നമുക്ക് R എന്ന് വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ R1 എന്ന് വിളിക്കാം. ആ ഒരു റേഡിയസിനെ ഞാൻ R1 എന്ന് വിളിക്കുകയാണ്. ഇനി ഈ ഫ്രസ്റ്റത്തിന് ഒരു ഹൈറ്റ് ഉണ്ട്. അതായത് ആ സർക്കിളിന്റെ ടോപ്പിലുള്ള ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അതാണ് ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഫ്രസ്റ്റത്തിന്റെ. യെസ്, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പെർപെൻഡിക്കുലർ, മുകളിലത്തെ സർക്കിളിന്റെ സെന്ററും താഴത്തെ സർക്കിളിന്റെ സെന്ററും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈൻ, അതിനെ നമ്മൾ ഈ ഫ്രസ്റ്റത്തിന്റെ ഹൈറ്റ് എന്നാ പറയുന്നത്. സോ അതിനെ H എന്ന് വിളിക്കാം. ഇനി താഴെയും ഒരു സർക്കുലർ ഷേപ്പ് ആണ്. ആ സർക്കുലർ ബേസിന് ഒരു റേഡിയസ് ഉണ്ട്. അതിനെ നമുക്ക് R2 എന്ന് വിളിക്കാം. സോ ദിസ് സർക്കുലർ റേഡിയസ്, അതിനെ നമ്മൾ R2 എന്ന് വിളിക്കുകയാണ്. സോ ഇതാണ് ഒരു ഫ്രസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഡയമെൻഷൻസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഒരു ഫ്രസ്റ്റത്തിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ എൽ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പൈ എൽ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഒരു ഫ്രസ്റ്റത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ബേസ് പ്ലസ് ഹൈറ്റ്, ഇതിന്റെ രണ്ടിന്റെ ഏരിയ. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ നമുക്കറിയാം എന്താണ്, ഇപ്പോ പൈ എൽ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു ആണ്. ഇനി നമ്മൾ ഒരു സിലിണ്ടറിന്റെ കേസ് ആണെങ്കിൽ എന്ത് എഴുതി, 2 പൈ ആർ സ്ക്വയർ എന്ന് എഴുതി. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റൂല, കാരണം രണ്ട് സർക്കിളിനും താഴത്തെയും മുകളിലത്തെയും സർക്കിളിന്റെ റേഡിയസുകൾ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ സർക്കിളിന്റെ ഏരിയയെ പൈ ആർ വൺ സ്ക്വയർ എന്ന് വിളിക്കാം, ചെറിയ സർക്കിളിന്റെ ഏരിയ പൈ ആർ വൺ സ്ക്വയർ എന്നും വലിയ സർക്കിളിന്റെ ഏരിയയെ പൈ ആർ ടു സ്ക്വയർ എന്നും വിളിക്കാം. ഓക്കെ, പൈ ആർ ടു സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഫ്രസ്റ്റം ഈസ് പൈ എൽ പ്ലസ് ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് പൈ ആർ വൺ സ്ക്വയർ പ്ലസ് പൈ ആർ ടു സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എൽ എന്ന് പറയുന്നത് നമ്മുടെ കർവ്ഡ് സർഫസ് ഏരിയയിൽ ഒരു എൽ എന്ന് പറയുന്ന ഒരു ഭാഗം കണ്ടല്ലോ. അപ്പൊ ഈ എൽ എന്ന് പറയുന്നത് നമ്മുടെ സ്ലാൻ ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൂടെ ഉണ്ട്. എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ. അപ്പൊ എൽ കണ്ടുപിടിക്കാനുള്ളത് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ വൺ മൈനസ് ആർ ടു ദ ഹോൾ സ്ക്വയർ. അത് തിരിച്ചെടുത്താലും കുഴപ്പമില്ല, കാരണം സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് സെയിം തന്നെ വന്നോളും. സോ ആർ വൺ മൈനസ് ആർ ടു ദ ഹോൾ സ്ക്വയർ, രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ ആയതുകൊണ്ട് അതിന്റെ പോസിറ്റീവ് മാത്രമേ നമുക്ക് എടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ എല്ലിന്റെ ഇക്വേഷനുമായി. ഇനി അടുത്തത് ഇതിന്റെ ഒരു ഫ്രസ്റ്റത്തിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. ഒരു ഫ്രസ്റ്റത്തിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/3 പൈ എച്ച് 1/3 പൈ എച്ച് ഇൻറ്റു ആർ വൺ സ്ക്വയർ പ്ലസ് ആർ വൺ ആർ ടു പ്ലസ് ആർ ടു സ്ക്വയർ എന്നാണ്. ആർ വൺ സ്ക്വയർ പ്ലസ് ആർ വൺ ആർ ടു പ്ലസ് ആർ ടു സ്ക്വയർ. ഇതാണ് ഒരു ഫ്രസ്റ്റത്തിന്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ പൈ എൽ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു, ടോട്ടൽ സർഫസ് ഏരിയ പൈ എൽ ഇൻറ്റു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് പൈ ആർ വൺ സ്ക്വയർ പ്ലസ് പൈ ആർ ടു സ്ക്വയർ ആണ്. ഇനി എല്ല് എന്താണെന്ന് ചോദിച്ചാൽ എല്ല് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എച്ച് സ്ക്വയറിൽ നിന്നും ആർ വൺ ആർ ടു അതിന്റെ മൈനസ് എടുത്തിട്ട് അത് കുറച്ചാൽ മതി. എച്ച് സ്ക്വയർ മൈനസ് ആർ വൺ, എച്ച് സ്ക്വയർ പ്ലസ് ആർ വൺ മൈനസ് ആർ ടു ദ ഹോൾ സ്ക്വയർ, അത് ആഡ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ മതി, എല്ല് കിട്ടും. ദെൻ വോളിയം ഈസ് ഈക്വൽ ടു 1/3 പൈ എച്ച് ഇൻറ്റു ആർ വൺ സ്ക്വയർ പ്ലസ് ആർ വൺ ആർ ടു പ്ലസ് ആർ ടു സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ഫ്രസ്റ്റത്തിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഫ്രസ്റ്റത്തിനെ വെച്ചിട്ട് എന്താണ് ഒരു ഫ്രസ്റ്റം എന്ന് അറിഞ്ഞിരിക്കുക, നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ അതിന്റെ ഇത് കണ്ടുപിടിക്കാനായിട്ട് അറിഞ്ഞിരിക്കുക. ഫ്രസ്റ്റത്തിൽ നിന്നൊക്കെ വരുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഫ്രസ്റ്റത്തിൽ നിന്ന് പ്രീവിയസില് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അധികം ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, സിലിണ്ടർ, അതുപോലെ സ്പിയർ, അങ്ങനെയുള്ള ഷേപ്സ്, സർക്കിളിനെ സംബന്ധിക്കുന്നില്ല, അങ്ങനെയുള്ള ഷേപ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഫ്രസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോ അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സോളിഡ് ഷേപ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇന്ന് അതിന്റെ നോട്ട്, നാളെ ക്ലാസിന്റെ കൂട്ടത്തിൽ ഇതിന്റെ നോട്ട്സും ഇതുവരെയുള്ള സർക്കിളിന്റെ കംപ്ലീറ്റ് നോട്ട്സും, അതായത് വളരെ സർക്കിൾ അല്ല സോളിഡ് ഷേപ്സ്, വളരെ കുറച്ച് സോളിഡ് ഷേപ്സും അതിന്റെ സർഫസ് ഏരിയ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പിന്നെ വളരെ കുറച്ച് ഷോർട്ട് കട്ട്സും ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സാധാരണയായിട്ട് ഇതിൽ നിന്ന് അല്ലാത്ത ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും വരാം. എന്നാലും കൂടുതലും കുറച്ച് ടൈം, 1 മിനിറ്റിനേക്കാൾ കൂടുതൽ എടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്ന് കൂടുതലായിട്ട് വരിക. അപ്പോൾ ന്യൂമറിക്കൽ സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഓപ്ഷൻസ് നന്നായിട്ട് വായിക്കുക. കാരണം നമ്മൾ ഏറ്റവും അവസാനം വരെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയെന്ന് വരാം. അല്ലെങ്കിൽ ഓപ്ഷൻസ് തമ്മിൽ ഒരുപാട് വലിയ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻസ് നടത്തുമ്പോൾ അതിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആവാം, ചെറിയ ഇതിൽ നമുക്ക് റൗണ്ട് ഓഫ് ഒക്കെ ആവാം, ഫിഗേഴ്സ് റൗണ്ട് ഓഫ് ഒക്കെ ചെയ്യാം.
അങ്ങനെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാൽക്കുലേഷന്റെ സ്പീഡ് ഒന്ന് നോക്കുക. ഇനി മറ്റു ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ മറ്റ് ഈ ഒരു എക്സാം നിങ്ങൾ MCQ എഴുതുന്ന സമയത്ത് മറ്റു ക്വസ്റ്റ്യൻസിൽ നമ്മൾ സേവ് ചെയ്യുന്ന ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇത്തരത്തിലെ മാത്സിലെ ചില ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: ദ സം ഓഫ് ദ ലെങ്ത്, breadth and height of a room is 19 meters. If the length of the diagonal is 11 meters, what is the cost of painting the total surface area of the room at a rate of 10 per square meter എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ സം ഓഫ് ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഇത്രയാണ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ അത് ആണ് നമുക്ക് ആദ്യത്തെ ക്ലൂ. അപ്പോൾ അത് ലെങ്തിനെ നമുക്ക് L എന്നും ബ്രെഡ്ത്തിനെ നമുക്ക് B എന്നും ഹൈറ്റിനെ H എന്നും ആണല്ലോ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ടൈം കുറച്ച് സേവ് ചെയ്യാനായിട്ട് അത് എഴുതുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് LBH എന്ന് തന്നെ എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L + B + H, L + B + H ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 19 ആണ് കിട്ടുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി മറ്റൊരു ഇത് അവർ തന്നിട്ടുള്ളത് ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണലിന്റെ ലെങ്ത് 11 മീറ്റേഴ്സ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡയഗണൽ എന്ന് പറയുമ്പോൾ ക്രോസ് ഡയഗണൽ ആണ്. ഓക്കെ, അപ്പൊ ആ ക്രോസ് ഡയഗണൽ കണ്ടുപിടിക്കാനായിട്ടും നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് √L² + B² + H² ആണ്. √L² + B² + H². ഓക്കെ, അപ്പൊ ഈ ഡയഗണൽ കണ്ടുപിടിക്കുന്നത് ആദ്യം ഏതെങ്കിലും പൈതഗോറസ് തിയറം വെച്ച് തന്നെയാണ്. ആദ്യം ഏതെങ്കിലും രണ്ട് സൈഡ് വെച്ചിട്ട് മൂന്നാമത്തെ സൈഡിന്റെ ഡയഗണൽ കണ്ടുപിടിക്കും, ആ സൈഡ് വെച്ചിട്ട് അടുത്ത ഡയഗണൽ കണ്ടുപിടിക്കും. പൈതഗോറസ് റിലേഷൻ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ അതെല്ലാം ചെയ്തെടുക്കാനായിട്ട് നിൽക്കുന്ന ആ വലിയ ഡയഗണൽ, ഒരു സ്ക്വയർ ഒരു ബോക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √L² + B² + H² ആണ്. അപ്പൊ അത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 11 എന്ന ആൻസർ കിട്ടുക. 11 ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ രണ്ടിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, ഈ ഇക്വേഷന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? L² + B² + H² എന്ന് പറയുന്നത് എന്തെന്നാ കിട്ടുക? = 121 എന്നാ കിട്ടുക. രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ എടുക്കുകയാണ്. LHSലും RHSലും സ്ക്വയർ എടുക്കുന്ന സമയത്ത് 121 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഏരിയ ഓഫ് ദ സർഫസ് ടു ബി പെയിന്റഡ്, അതായത് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് റൂമിന്റെ, അല്ലെ? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? 2 × LB + LH + BH ആണ്. LB + LH + BH ആണ് നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് വേറൊരു ക്ലൂ തന്നില്ലേ, ഇത് നമ്മൾ ഒരു ഇക്വേഷൻ ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, ഇതിനെ നമുക്ക് തേർഡ് ഇക്വേഷൻ ആയിട്ട് ഇതിവിടെ ഇരുന്നോട്ടെ. അപ്പോ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു റിലേഷൻ എടുക്കാം. അതായത് നമ്മളൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്, A + B + C the whole square is equal to A² + B² + C² + 2 × AB + BC + AC എന്ന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഫോർമുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ L² + B² + H² = 121 എന്ന് നമുക്ക് അറിയാം. ഇനി നമുക്ക് ഉള്ളത് L + B + H the whole square, L + B + H the whole square ഇതൊരു ബേസിക് ഐഡന്റിറ്റി ആണ്. അപ്പൊ = L² + B² + H² + 2 × LB + LH + BH ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ പാർട്ടല്ലേ. ഈ പാർട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇതെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ അതിനു മുമ്പ് ഇതിലേക്ക് നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. L + B + H വാല്യൂ നമുക്കറിയാം. അപ്പൊ ഇത് 19 ആണ്, L + B + H. ഓക്കെ, അപ്പോ ഇതെന്ന് പറയുന്നത് 19ന്റെ സ്ക്വയർ = L² + B² + H² 121 ആണ്. 121 + 2 × LB + LH + BH ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 19ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 361 അല്ലേ. അപ്പൊ 361 - 121 ഓക്കെ = എത്രയെന്ന് കിട്ടും? 240 എന്ന് കിട്ടും. ഓക്കെ, 1 പോയി 2 4 യെസ്, ബാക്കി 3 - 1 2 240 എന്ന് കിട്ടും. അപ്പൊ 240 മീറ്റർ സ്ക്വയർ ആണ് ഇവിടുത്തെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ. കാരണം ഇതിന് ഇപ്പുറത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് എടുത്ത് എഴുതാം, 2 × LB + LH + BHന്റെ വാല്യൂ ആണ്. പ്ലസ് BH = എത്രയാണ്? 240 മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഈ ഒരു റൂമിനെ സ്ക്വയർ മീറ്ററിന് 10 രൂപ നിരക്കിൽ പെയിന്റ് അടിക്കുകയാണെങ്കിൽ അതിന് ടോട്ടൽ എത്ര ചെലവാകുന്നതാണ്? അപ്പൊ ടോട്ടൽ 240 മീറ്റർ സ്ക്വയർ ഉണ്ട്. ഒരു മീറ്റർ സ്ക്വയറിന് 10 രൂപ വെച്ച് 240 മീറ്റർ സ്ക്വയറിന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് എഴുതാം. ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 240 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 2400. ഇത്രയും റുപ്പീസ്, 2400 രൂപയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ, 2400. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. എ സിലിണ്ടറിക്കൽ ബാത്ത് ടബ് ഓഫ് റേഡിയസ് 12 centimeter contains water to a depth 20 centimeter. A spherical iron ball is dropped into the tub, causing the water level to rise by 6.75 centimeter. What is the radius of the ball എന്നാണ്. അപ്പൊ ഒരു ബാത്ത് ടബ് ഉണ്ട്, അതിന്റെ ഡയമെൻഷൻസും അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു സിലിണ്ടറിക്കൽ ബാത്ത് ടബ് ആണ്. അതിലേക്ക് 20 സെന്റിമീറ്റർ വരെ അതിൽ വെള്ളമുണ്ട്. അതിലേക്ക് ഒരു അയൺ ബോൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ ലെവൽ ഒരു 6.57 കൂടെ റൈസ് ആയി എങ്കിൽ ആ ഇട്ട അയൺ ബോളിന്റെ റേഡിയസ് എത്ര എന്നാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ഐഡിയ വളരെ സിമ്പിൾ ആണ്. സിലിണ്ടറിക്കൽ ബാത്ത് ടബിന്റെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് എത്ര ആ ഒരു വോളിയം ഓഫ് അയൺ ബോൾ, അത് ഡിപ്പ് ചെയ്ത അയൺ ബോളിന്റെ വോളിയം എന്ന് പറയുന്നത് തന്നെയായിരിക്കും ആ അയൺ ബോൾ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ അളവും. അതായത് 6.75 സെന്റിമീറ്റർ ആണ് എന്ത് ഉയർന്നത്, അതിന്റെ വോളിയം റൈസ് ആയത്. അതിന്റെ സിലിണ്ടറിക്കൽ ബാത്തപ്പിന്റെ റേഡിയസ് 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ 20 സെന്റിമീറ്ററിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അയൺ ബോളിന്റെ വോളിയം എന്ന് പറയുന്നത് ഒരു 12 സെന്റിമീറ്റർ റേഡിയസും 6.75 സെന്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു സിലിണ്ടറിന്റെ വോളിയം എത്ര വരുമോ അത്രയും വോളിയം തന്നെയായിരിക്കും ആ അയൺ ബോളിന്റെയും വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അയൺ ബോളിന്റെ ഷേപ്പ് സ്പെറിക്കൽ ആണ്. അപ്പോൾ ആ സ്പെറിക്കൽ അയൺ ബോളിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr ക്യൂബ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 4/3 πr ക്യൂബിന്റെ വോളിയം ഈ ഒരു സിലിണ്ടറിന്റെ വോളിയം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വോളിയം ഓഫ് ദ വി ഓഫ് ദ ബോൾ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് എഴുതാം. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്, വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എക്സാമിന് ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമ്മൾ ചെയ്തു പോയാൽ മതി. അപ്പൊ എത്ര വാട്ടർ നമുക്ക് വോളിയം ഓഫ് ദ ബാൾ, അതൊരു സ്പെറിക്കൽ അല്ലേ, സ്പെറിക്കൽ ആയതുകൊണ്ട് നമുക്ക് 4/3 πr ക്യൂബ് എന്ന് എഴുതാം. 4/3 πr ക്യൂബ് അത് ഈസ് ഈക്വൽ ടു എത്രയാണ്? വോളിയം ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്, അത് πr²h ആണ്. ഇവിടുത്തെ h പ്രത്യേകം ശ്രദ്ധിക്കുക, h 20 സെന്റിമീറ്റർ അല്ല, 6.75 സെന്റിമീറ്റർ ആണ് h എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പൈയും ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ r², ഇവിടെ നിന്ന് r³ ഒരു ആ 3 അങ്ങ് വെട്ടി കളയാം, കാരണം ഒരു r അവിടെ റീറ്റെയിൻ ചെയ്യും. ബാക്കി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്താ ഉള്ളത്? സോറി, r നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ, പൈ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ രണ്ടാമത്തെ r എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടറിക്കൽ ബാത്തപ്പിന്റെ റേഡിയസ് ആണ്. അപ്പോൾ r³ തന്നെ വെക്കുള്ളൂ, പൈ ക്യാൻസൽ ചെയ്യും. ബാക്കി ക്യാപിറ്റൽ r³ എന്ന് ഇടാം. ഓക്കെ, ക്യാപിറ്റൽ r³ ഇൻറ്റു h ഇങ്ങനെ ഇടാം. അപ്പോ 4/3 r³ ഇസ് ഈക്വൽ ടു, ഇപ്പൊ നമുക്ക് പൈ r² ആണ്. ഇപ്പൊ നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് 12 അല്ലേ, അപ്പൊ 12ന്റെ സ്ക്വയർ ഇൻറ്റു 6.75 എന്ന് ആൻസർ വരും. അപ്പൊ r³ ഈസ് ഈക്വൽ ടു എന്ത് വരും? r³ ഈസ് ഈക്വൽ ടു 144, 12ന്റെ സ്ക്വയർ ആണ്, ഇൻറ്റു 6.75 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്യാം. 140 എന്ന് പറയുമ്പോൾ തന്നെ ഒരു 35 ആണ് 4ന്റെ ഇത്. അപ്പോ ഇത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 36 ആണ് വരുന്നത്. ഓക്കെ, 36. അപ്പോ 36 ഇൻറ്റു 6.75 ഇൻറ്റു 3,
ഇത് നമ്മൾ ആൻസർ ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 729 എന്ന ആൻസർ വരിക. 729. അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എത്ര വരും? ക്യൂബ് റൂട്ട് ഓഫ് 729. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 729 എന്ന് വരും. ക്യൂബ് റൂട്ട് ഓഫ് 729. അപ്പൊ ഇത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 9 ആണ്. അപ്പോ 9 ക്യൂബ് റൂട്ടിൽ വരണമെങ്കിൽ നമുക്ക് നോക്കാം. 9 into 9 81 ആണ്. 81 into 9 അതും ഫൈനലി ഒരു 9 അവസാനം കിട്ടുന്ന ഒരു നമ്പർ തന്നെ കിട്ടും. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് റൂട്ട് ആണ്. ഓക്കെ, അപ്പോ ഇത് 9 ആയിരിക്കും ഇതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. കാരണം 9 into 9 81 ആണ്. 81 into 9 ഉം 9 തന്നെ കിട്ടും. ഓക്കെ, ദെൻ 8 into 9 72. അപ്പൊ കറക്റ്റ് ആണ്, 729 എന്ന് തന്നെ കിട്ടും. അപ്പോ ആ ഒരു അയൺ ബോളിന്റെ റേഡിയസ്, ആ ഒരു ചെറിയ അയൺ ബോളിന്റെ റേഡിയസ് വരുന്നത് 9 സെന്റിമീറ്റർ ആണ്. ആർ ഈസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ. ഓക്കെ, so C is the answer. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. A solid is composed of a cylinder with hemispherical ends. If the total length of the solid is 104 centimeter and the radius of each hemispherical end is 7 centimeter, what is the cost of polishing its surface at a rate of ₹1 per square decimeter? Square decimeter, അപ്പോൾ ഡെസിമീറ്റർ അവിടെ ഒരു ചെറിയൊരു കൺവേർഷന്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഷേപ്പാണ്. ആദ്യം ഒരു സിലിണ്ടർ ആണ്. യെസ്, അപ്പോ ഒരു സിലിണ്ടർ ലൈക്ക് ദിസ്. ഓക്കെ, ഏകദേശം ഇങ്ങനെ ഒരു റഫ് ഫിഗറേ ആവുന്നുള്ളൂ. ചെറിയൊരു ഇതുണ്ട്, സിലിണ്ടർ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിന്റെ രണ്ടറ്റത്തും ഹെമിസ്ഫെറിക്കൽ ആയിട്ടുള്ള എൻഡ്സ് ആണ് ലൈക്ക് ദിസ്. അപ്പൊ ഒരു ട്യൂബിന്റെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിന്റെ ടോട്ടൽ ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. ഇത്രയും ടോട്ടൽ ലെങ്ത് ഇതോട്ട് ഇതുവരെയുള്ള ലെങ്ത് ആണ് 104 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെങ്ത് 104 ആണ്. ഇത് തൊട്ട് ഇതുവരെയുള്ള ഈ ഒരു ലെങ്ത് 104 ആണ്. ഓക്കെ, 104 സെന്റിമീറ്റർ. ഇനി ഈ രണ്ട് ഹെമിസ്ഫിയറിന്റെ റേഡിയസ് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതും 7 സെന്റിമീറ്റർ, ഇതും 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഹൈറ്റും 7 സെന്റിമീറ്റർ ആയിരിക്കും, ഈ ഒരു ഹൈറ്റും 7 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. അപ്പൊ അത്രയും 7 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ 7 + 7 14 കഴിഞ്ഞുള്ള ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് അപ്പൊ എന്ത് വരും? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ H is equal to 104 minus 14. 4 പോകുമ്പോൾ 100 ആയി, 10 കൂടെ പോകുമ്പോഴത്തേക്ക് 90. അപ്പൊ ഇതിന്റെ H is equal to മീൻസ് സിലിണ്ടറിന്റെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 90 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ ഇത്രയാണ് അതിന്റെ ഡയമെൻഷൻ. മാത്രമല്ല നമ്മൾ ഇനി 2 into 2 ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്, പോളിഷിംഗ് അല്ലേ. അപ്പൊ 2 into 2 ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ 2 ഹെമിസ്ഫിയേഴ്സും ഐഡന്റിക്കൽ ആണ്. അപ്പൊ അത് ചേർത്ത് വെച്ചാൽ ഒരു ഒറ്റ സ്ഫിയർ ആവും. അപ്പൊ ആ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയ രണ്ടാണ്. ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ബേസും കൂടെ എടുക്കണം. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ ബേസ് എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് അതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ മാത്രം മതി. അതുകൊണ്ട് ഡയറക്റ്റ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കുക. നമുക്ക് ഹെമിസ്ഫിയറിന്റെ ഇത് എടുക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോ ഈ സ്ക്രീനിൽ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയയും കൂടെ നമ്മൾ എടുക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു ഏരിയ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സിംഗിൾ ഷേപ്പ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഒരൊറ്റ സ്ഫിയറിന്റെ 7 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരൊറ്റ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ H സെന്റിമീറ്റർ ആണെങ്കിൽ ആ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എന്ത് വരും? അത് H is equal to 104 minus 14.
ഇസ് ഈക്വൽ ടു 90 സെന്റിമീറ്റർ എന്ന് വരും. അതെങ്ങനെയാണെന്ന് ആ ഫിഗറിൽ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്തുകൊണ്ട് 14 കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ആ സോളിഡിന്റെ സർഫസ് ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ. അപ്പൊ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചാലും മതിയല്ലോ. ആ ഒരു സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചാലും മതി. അപ്പൊ ഒരു സ്പിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 4πr² ആണ്. അപ്പൊ 4πr² അങ്ങ് ഇട്ട് കൊടുത്താലും മതി. അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെയും ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് ആവശ്യമില്ല, കർവ്ഡ് മാത്രം മതി. കാരണം മുകളിലും താഴെയും കവേർഡ് ആണല്ലോ, അതുകൊണ്ട് കർവ്ഡ് സർഫസ് ഏരിയ മാത്രം മതി. ഇസ് ഈക്വൽ ടു എന്താണ്? ഇത് 4πr². ഓക്കെ, ഇനി സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് 2πrh ആണ്. ബേസ് സർക്കംഫറൻസ് പ്ലസ് അതിന്റെ ഇൻറ്റു അതിന്റെ ഹൈറ്റ്. അപ്പൊ 2πrh ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ 4 ഇൻറ്റു പൈക്ക് പകരം 22/7 ഇൻറ്റു r² പകരം 7 ഇൻറ്റു 7 എന്ന് കൊടുക്കാം. അപ്പോൾ ഓരോ 7 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 ഇൻറ്റു 22/7 ഇൻറ്റു 2π ഇൻറ്റു r 7 ആണ്. അപ്പൊ വീണ്ടും ഒരു 7 ഇൻറ്റു h 90 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും? 4 ഇൻറ്റു 7 ഇൻറ്റു 22. അപ്പൊ 4 ഇൻറ്റു 7 ഇൻറ്റു 22 നമുക്ക് എല്ലാം കൂടെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 616 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, പ്ലസ് ഇത് നമ്മളെല്ലാം കൂടെ ചെയ്തെടുക്കുന്ന സമയത്ത്, അതായത് 2 ഇൻറ്റു 22/7 ഇൻറ്റു 7 ഇൻറ്റു 90, ഈ 7 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു 22 ഇൻറ്റു 90 നമുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ആൻസർ 3960 സെന്റിമീറ്റർ എന്ന് പറയും. 3960. ഓക്കെ, ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 4576 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 4576 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ദ കോസ്റ്റ് ഓഫ് പോളിഷിംഗ് ദ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്. ഒരു ഡെസിമീറ്റർ ക്യൂബിന് പെർ സ്ക്വയർ ഡെസിമീറ്റർ. ഓക്കെ, അതായത് ഒരു ഡെസിമീറ്റർ ക്യൂബിന് സ്ക്വയറിന് പോളിഷ് ചെയ്യാനുള്ള ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്, 1 റുപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എത്ര പ്ലേസ് മാറ്റേണ്ടി വരും? 2 ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. ഡെസിമീറ്റർ എന്ന് പറയുമ്പോൾ 10 വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ സ്ക്വയർ ഡെസിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? 100 വെച്ച് ഇത് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ₹1 പെർ ഡെസിമീറ്റർ സ്ക്വയർ ഡെസിമീറ്റർ ആണ്. അപ്പോ 4576 ഡിവൈഡഡ് ബൈ 100 ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എത്ര വരും? ₹45.76 എന്ന് വരും. 2 പ്ലേസ് മാറ്റി നമ്മൾ ഡെസിമൽ പ്ലേസ് ഇത് കൊടുക്കുമ്പോഴത്തേക്ക് 45.76 എന്ന് വരും. സോ ബി ആണ് ഇതിന്റെ ആൻസർ.